നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോണത് ഈ ഇറാനിൽ അമേരിക്ക ഇപ്പോൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ല ഇസ്രായേൽ. ഇതിപ്പോൾ അവർ വളരെ എളുപ്പപ്പണിയാണ് കാണിക്കുന്നത്. കാരണം അവർ ഫ്ലൈ ചെയ്ത് അറ്റ്ലാന്റിക്കിൻ്റെ അപ്പുറത്തുനിന്ന് വരണം, എന്നിട്ട് ഗൾഫ് രാജ്യങ്ങളൊക്കെ ബേസ് ചെയ്ത് അവരുടെ എയർപോർട്ടുകൾ ഉപയോഗിച്ചിട്ട് ഇറാൻ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കടലിലൂടെ വന്നിട്ട് ആക്രമിക്കാനൊക്കെ പറ്റും. ഇറാൻ്റെ തുറമുഖത്തൊക്കെ നാശങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ട്രംപ് പറയണതേ കരയുദ്ധം തുടങ്ങുന്നു. അതിന് ഇച്ചിരി പുളിക്കും മക്കളെ. അതായത് ട്രംപിൻ്റെ അടുത്ത് നിന്ന് ട്രംപ് വിടണത് പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ ജോലി ആവശ്യത്തിനാണ്, ജോലിയാണ് ചെയ്യണം, പണിക്കാരാണ്. ഇറാനിലുള്ളത് ജീവൻ മരണ പോരാട്ടത്തിന് നിൽക്കണ മനുഷ്യരാണ്. അതാണ് പോയിൻ്റ്. ജീവൻ മരണ പോരാട്ടം നടത്തുന്ന ആൾക്കാർക്ക് ഒരു പേടിയില്ല. ഇപ്പോൾ ഇവർക്കൊക്കെ ഉണ്ടല്ലോ ഒരു വിചാരം, അമേരിക്ക എല്ലാ സ്ഥലത്തും തൂത്ത് വരുന്നു, ആകാശത്ത് കൂടി അറ്റാക്ക് ചെയ്യാൻ ഏത് പോലീസുകാർക്കും പറ്റും. പക്ഷേ ഈ കരയുദ്ധത്തിന് അത് ഫീൽഡിൽ, അതായത് അമേരിക്കൻ്റെ ഇൻഫൻട്രി എന്നാണ് പറയുക, കരസേനയിലെ പട്ടാളം, ഇൻഫൻട്രിക്കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ കരയിലും നേരെയുള്ള യുദ്ധം. ഇപ്പം നമുക്ക് ഇൻഫൻട്രി കുറേ ഉണ്ട് ഇന്ത്യക്ക്. അതായത് മദ്രാസ് റെജിമെൻറ്റ്, സിഖ് റെജിമെൻറ്റ്, ഇതൊക്കെ ഇൻഫൻട്രി വിഭാഗങ്ങളാണ്. ഒരുപാട് റെജിമെൻ്റ് ഉണ്ട്. അവരാണ് മുന്നേറുന്ന പഴയ ആളുകൾ. പട്ടാളം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മ. ടെലികമ്മ്യൂണിക്കേഷന് ഒരു കൂട്ടർ, സപ്ലൈക്ക് ഒരു കൂട്ടർ, നിർമ്മാണത്തിനൊരു കൂട്ടർ, മെഡിക്കലിനൊരു കൂട്ടർ, എൻജിനീയറിങ്ങിനൊരു കൂട്ടർ, ഇങ്ങനെ പല വിഭാഗങ്ങളും സപ്പോർട്ടിങ്ങിലാണ് ഈ കരയുദ്ധം ഇൻഫൻട്രിക്കാർ ഫോർവേഡ് മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കല്. അപ്പോൾ അവർക്ക് ഒപ്പം മെക്കനൈസ്ഡ് ഇൻഫൻട്രി ഉണ്ടാവും. നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന സ്ഥലങ്ങൾ സൂക്ഷിക്കാനും ഈ രാത്രി ആകുമ്പോൾ വണ്ടികളൊക്കെ മൂടി ആകാശത്തു നിന്ന് കാണാൻ പറ്റാത്ത രീതിയിലാക്കണമൊക്കെ ഈ മെക്കനൈസ്ഡ് ഇൻഫൻട്രിയാണ്. കരയുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ പെടാൻ പോണ എവിടെയെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. ജിയോഗ്രാഫിക്കലായിട്ട് ഇറാഖ് ഒരുപാട് പർവ്വതങ്ങളും എല്ലാ സംഭവങ്ങളും ഉള്ള സ്ഥലം. അവരുടെ ഫീൽഡാണ്, അവരുടെ ഗ്രൗണ്ടിലേക്ക് ഇവർ അപരിചിതർ ചെല്ലുന്നു. അവിടെ നിന്ന് ഇവരെ ആക്രമിക്കാൻ നല്ല സുഖമായിട്ട് ഇറാഖികൾക്ക് പറ്റും. അവരത്ര മോശമൊന്നുമല്ല, അവരുടെ അടുത്തൊക്കെ ആയുധങ്ങളുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്നത് മറ്റേ സ്നൈപ്പർ ഗണ്ണ്, TC-50, അതേപോലെ ഈ 2010 മോഡൽ ഏതൊരു M2010 ഇതൊക്കെ 1.5 കിലോമീറ്ററൊക്കെ റേഞ്ച് കിട്ടും. അതൊക്കെ ഇംഗ്ലീഷ് സിനിമയിൽ നമ്മൾ കാണുമല്ലോ, ഇങ്ങനെയൊക്കെ നോക്കി അതൊക്കെ വെടി വെച്ച് ആ വെടിക്ക് ഏത് പോലീസുകാരനും പറ്റും. പക്ഷെ കരയുദ്ധം എന്ന് പറഞ്ഞാൽ AK-47 വെച്ചൊക്കെയുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ റേഞ്ചാണ്. ആ ഗണ്ണൊക്കെ ഉപയോഗിക്കാണ്ട് ഇവർ ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്തടത്തു നിന്നാണ് അറ്റാക്ക് വരിക. ഈ അറ്റാക്കിനൊന്നും താങ്ങാനുള്ള ഇതൊന്നും അമേരിക്കയ്ക്ക് ഇല്ല. വ്യക്തികൾ മരിക്കാൻ തുടങ്ങിയ ഇപ്പം തന്നെ അമേരിക്കൻ സെനറ്റിൽ 49 പോയിൻ്റ് എത്രയോ ആൾക്കാർ എതിർപ്പാണ്. സെനറ്റല്ല, അമേരിക്കൻ കോൺഗ്രസ്. ട്രംപിന് അങ്ങനെ ഇഷ്ടത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവരുടെ കൈ പല സ്ഥലത്തും പൊള്ളിയിട്ടുണ്ട്. വിയറ്റ്നാമിൽ ഇവർക്ക് 58,000 പട്ടാളക്കാരെ നഷ്ടപ്പെട്ടു, പരിക്ക് പറ്റിയതൊക്കെ പാടെ. അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ ഒരു 3000-നടുത്ത് പട്ടാളക്കാർ, ഇറാഖിൽ ഒരു 4000-ലേറെ പട്ടാളക്കാർ. ഇതൊക്കെ സ്റ്റീൽ പെട്ടിയിലൊക്കെ ആക്കി വരുമ്പോൾ അമേരിക്കക്കാർക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ജനരോഷമാണ്. ഈ 3 യുദ്ധങ്ങൾ നിർത്തിയത് ജനരോഷം പ്രക്ഷോഭം ഉണ്ടായപ്പോഴാണ്, അല്ലാണ്ട് ജയിച്ച് നിർത്തിയതൊന്നുമല്ല. വിയറ്റ്നാമിൽ അറ്റാക്കായി, അഫ്ഗാനിസ്ഥാൻ, ഇറാഖിലൊക്കെ അമേരിക്ക ജയിച്ച് വിജയശ്രീലാളിതരായി പോയതല്ല. എന്തെങ്കിലും ഒരു എഗ്രിമെൻ്റൊക്കെ വെച്ച് മെല്ലെ ബാക്കിലേക്ക് എടുത്തു. കാരണം ജനരോഷം അത് വലിയ പ്രശ്നമാണ് അമേരിക്കയിൽ. ഇവിടുത്തെ പോലെ മരിക്കോളം ഒരു പാർട്ടി ഒന്നുമായിട്ട് അവിടെ ആരും നിൽക്കണില്ല. അവിടെ തോന്നിയ ദിവസം കാണിച്ചാൽ എടുത്ത് ദൂരക്കളി ജനങ്ങൾ തീരുമാനിക്കും. അപ്പോൾ ട്രംപിൻ്റെ പിന്നെ എന്തൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. കരയുദ്ധത്തിന് ട്രംപ് ഇറങ്ങിയാൽ വേറൊന്നുണ്ട്, ഇത്രയും കാഷ്വാലിറ്റി അവിടെ ഉണ്ടോ? ഇപ്പോൾ ഹോർമൂസ് കടലെടുക്കുക അവർ ലോക്ക് ചെയ്ത്. ഇപ്പോൾ എണ്ണ കപ്പലുകളൊക്കെ 9000 കിലോമീറ്റർ ചുറ്റി 10 ദിവസം 15 ദിവസം ടൈം എടുത്തിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണത്. അവിടെ ഈ പർവ്വതങ്ങളുടെ ഒക്കെ ഗുഹയിലിരുന്ന് ഇവർ ഇതില്ലേ എന്താ പറയുക, ഹെവി റോക്കറ്റ് ലോഞ്ചറൊക്കെ ഉപയോഗിച്ച് ഷിപ്പുകൾ ആക്രമിക്കും. എണ്ണ ടാങ്കറും കൊണ്ടൊന്ന് തീക്കളുള്ളിടത്തുകൂടി ഒരു രാജ്യം ഷിപ്പ് കൊണ്ടുപോകില്ല. അപ്പോൾ എന്ത് കിട്ടും? ഇത്രയും സ്ഥലം ചിട്ടണം.
അപ്പോൾ സാമ്പത്തിക നഷ്ടം ഇപ്പം തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം വീട്ടിലേക്കുള്ള ഗ്യാസ് 60 രൂപ, മറ്റേ 100 ചില്ലാനം രൂപ കൂടി. യുദ്ധം തുടങ്ങിയിട്ട് 6-7 ദിവസമായിട്ടുള്ളൂ. മനസ്സിലായ? ഇനി ഇതിൻ്റെ ഭവിഷ്യത്ത് വരാൻ പോകണുള്ളൂ. ഗ്രൗണ്ടിലിരുന്ന് കളി കാണുന്നവന്മാർക്ക് എന്തോ അല്ലൊക്കെ. ഇത് പണിയാണ്. അമേരിക്ക ജയിക്കൊന്നുമില്ല അവിടെ. അമേരിക്കയിൽ നിന്ന് ഇപ്പം ഇറാനിൽ നിന്ന് ഡെഡ് ബോഡികൾ അങ്ങോട്ട് എത്തി തുടങ്ങുമ്പോൾ അവിടെ പ്രശ്നവും. പിന്നെ അമേരിക്കയുടെ അടുത്ത് എടുത്താൽ തീരാത്ത പണമൊന്നുമില്ല. അമേരിക്കയുടെ അടുത്ത് പൈസയൊക്കെ പരിമിതമാണ്. അപ്പോൾ എന്താവും? ഇതൊക്കെ വേറെ പോയിട്ട് വെറുതെ തല്ലിയിട്ടല്ല. ഇനി അവിടെ പിന്നെ അവിടുത്തെ എല്ലാവരും കൊന്നു കളഞ്ഞ് ഒരു മരുപ്രദേശം പോലെ ആക്കിയാൽ രക്ഷപ്പെടാം. കാരണം ഇവർ പണിക്കാരും മറ്റൊരു ജീവൻ മരണ പോരാളികളാണ്. ആ ഒരു മാറ്റം വലിയ മാറ്റമാണ്. നമ്മുടെ കാർഗിലിൽ എന്താ സംഭവിച്ചത്? പാകിസ്ഥാൻ പട്ടാളക്കാർ അവർ ഉയരങ്ങളിൽ വന്ന് ഒളിച്ചിരുന്നു, നമ്മളറിഞ്ഞില്ല. എന്നിട്ട് നമ്മളടിയിൽ നിൽക്കണം. നമ്മൾ ഒരുപാട് ഭടന്മാർ മരണപ്പെടാൻ കാരണം അവരുടെ പൊസിഷനായിരുന്നു. ഇറാനിൽ അതേപോലെ പൊസിഷൻ എടുക്കാൻ അവർക്ക് കഴിയും. അവരുടെ മണ്ണാണ്, അവരുടെ ഗ്രൗണ്ടാണത്. അതൊന്നും മനസ്സിലാക്കാണ്ട് കഴുകാൻ വെള്ളമില്ലാത്തടത്ത് അപ്പി ചവിട്ടിയത് സ്ഥിതിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ ട്രംപളിയൻ. അപ്പോൾ മറ്റൊരു വീഡിയോ കൂടി ഇതിൻ്റെ ബാക്കിലുണ്ട്. ഇതിന് ലെങ്ത്ത് കൂടണ്ടെന്ന് കരുതിയാണ്. അപ്പോൾ നമസ്കാരം.